1966 പുറത്തിറങ്ങിയ മേരാ സായ എന്ന ചിത്രം അതിനു മുൻപ് പുറത്തിറങ്ങിയ വോക്ക് ഓൺ തീയുടെ വിജയം ആവർത്തിച്ചു. വോക്ക് ഓൺ തീയിലെ അതേ സംഗീത സഖ്യമായിരുന്നു മേരാ സായയിലും പ്രവർത്തിച്ചത്. മദൻ മോഹൻ്റെ സംഗീതവും രാജാ മെഹദി അലി ഖാൻ്റെ വരികളും. വോക്ക് ഓൺ തീയിലെ നായികയായിരുന്ന സാധന തന്നെയായിരുന്നു ഇതിലെയും നായിക. സസ്പെൻസ് ത്രില്ലറായിരുന്ന ഈ സിനിമയിൽ സദാ കൂടെ വരുന്ന ഗാനങ്ങളും ഹിറ്റായി. മദൻ മോഹൻ്റെയും അദ്ദേഹത്തിൻ്റെ ഇഷ്ടഗായിക ലതാജിയുടെയും ക്ലാസിക്കുകളിലൊന്നായി കണക്കാക്കപ്പെടുന്ന തൂ ജഹാ ജഹാ ചലേഗാ मेरा साथ होगा मेरा साया मेरा साया मेरा साया मेरा ആയിരത്തി 1967 പുറത്തിറങ്ങിയ അഗ്നിപുത്രി എന്ന ചിത്രം ധീരമായൊരു പ്രമേയത്തിൻ്റെ ദൃശ്യാവിഷ്കാരമായിരുന്നു. എസ് എൽ പുരത്തിൻ്റെ ശക്തമായ രചന. ഇതിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയത് വയലാറും ബാബുരാജും ചേർന്നായിരുന്നു. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെയും ഇനിയും പുഴയൊഴുകും എല്ലാം എങ്ങനെയാണ് നമ്മൾ മറക്കുക? എന്നാൽ ഇതിൽ വളരെ പ്രത്യേകതയുള്ളൊരു ഗാനമുണ്ട്, ഒരു കുട്ടിപ്പാട്ടെന്ന് പറയാം. എന്നാൽ അത് കഥാരൂപത്തിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. പി സുശീലാമ്മ പാടിയ കിളികിളി പരുന്തിന്. കൃഷ്ണ പരുന്തിന് കടലിൽ നിന്നൊരു ചെപ്പ് കിട്ടി, കിളി കിളി പരുന്തിന് കൃഷ്ണ പരുന്തിന് കടലിൽ നിന്നൊരു ചെപ്പ് കിട്ടി. ചെപ്പും കൊണ്ട് കടൽക്കര ചെന്നപ്പോൾ ചെപ്പിനകത്തൊരു പൊന്മുത്ത് പൊന്മുത്ത്. കിളി കിളി പരുന്തിന് കൃഷ്ണ പരുന്തിന് കടലിൽ നിന്നൊരു ചെപ്പ് കിട്ടി. ചെപ്പും കൊണ്ട് കടൽക്കര ചെന്നപ്പോൾ ചെപ്പിനകത്തൊരു പൊന്മുത്ത് പൊന്മുത്ത്. നടന്നൊരു
പരുന്തിന് കടലിൽ നിന്നൊരു ചെപ്പ് കിട്ടി. ചെപ്പും കൊണ്ട് കടൽക്കര ചെന്നപ്പോൾ ചെപ്പിനകത്തൊരു പൊന്മുത്ത് പൊന്മുത്ത്. കൃഷ്ണപ്പരുന്തു പറക്കുന്നു മുത്തും തേടി. ഇപ്പോഴും കൃഷ്ണപ്പരുന്തു പറക്കുന്നു